Hello friends, welcome to our channel. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഇന്ന് കോംടെക് സിസ്റ്റംസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ സാംസങ്ങിൻ്റെ T295 അഥവാ ടാബ് എ എന്ന മോഡലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സിറ്റുവേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് ക്ലാസ്സസ് ഒക്കെ മക്കൾക്ക് ഓൺലൈൻ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഗാഡ്ജറ്റ്സിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇന്ന് കോംടെക്കിൻ്റെ ടീം മെമ്പറായ ജിതീഷ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ സാംസങ് ടാബ് എയുടെ അങ്ങനത്തെ സെക്യൂരിറ്റി ഫീച്ചറിനെ പറ്റിയാണ്. സാംസങ് ടാബ് എയിൽ കിഡ്സ് ഹോം എന്ന പാരൻ്റൽ കൺട്രോൾ ഫീച്ചർ ഉണ്ട്. ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നും ഈ ടാബിൻ്റെ റിവ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വിത്തൗട്ട് ഫർദർ ആഡോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഗൈസ്, എൻ്റെ പേര് ജിതീഷ്. ഞാൻ കോംടെക് സിസ്റ്റത്തിൽ സർവീസ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ആ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ് ടാബ് എയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. നമുക്കതിലോട്ട് കിടക്കാം. ഇതാണ് സാംസങ് ടാബ് എ, 8 ഇഞ്ച് ടാബാണ്. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ പുറത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സാംസങ് ടാബ് എ ഫ്രണ്ടിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ സൈഡിലോട്ട് ചെല്ലുമ്പോൾ സാംസങ് ഗാലക്സി ടാബ് എ എന്നാണ് മോഡല്. ഈ സൈഡിലല്ല, താഴെ ഇത് കളർ ബ്ലാക്ക് കളറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് ആണ്. സാംസങ് ഗാലക്സി ടാബ് എ എന്നാണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത്. 64 ബിറ്റ് കോർ പ്രോസസ്സറാണ്. 2GB റാം പ്ലസ് 32GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. 5100 mAh ബാറ്ററി വരുന്നുണ്ട്. ബാക്ക് ക്യാമറ 8 MB ഓട്ടോ ഫോക്കസ് ആണ്. ഫ്രണ്ട് ക്യാമറ 2 MB വരുന്നുണ്ട്. 8 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. ഇതിനകത്ത് വൈഫൈ പ്ലസ് നമുക്ക് ഇതിനകത്ത് സിം കൂടി ഇടാം. സിം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റ യൂസ് ചെയ്യാം. അത്രയും ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ അഡീഷണൽ വരുന്ന ഫീച്ചേഴ്സാണ് കിഡ്സ് ഹോം. അതായത് നമുക്ക് കിഡ്സിന് വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം സെലക്ട് ചെയ്ത് പാരൻറ്റിന് ലോക്ക് ഇട്ട് നമുക്ക് അപ്പോൾ അവർക്ക് കിഡ്സിന് സെപ്പറേറ്റ് ഒരു ഹോമായിട്ട് തന്നെ നമുക്ക് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഡീഷണൽ വേറെ ആപ്സിലോട്ടൊന്നും അവർക്ക് പെർമിഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കപ്പോൾ അൺബോക്സ് ചെയ്യാം. നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതാണ് ടാബ്. നമുക്ക് ടാബിലോട്ട് നമുക്ക് ലാസ്റ്റ് വരാം. നമുക്ക് അതിന് മുന്നേ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെ അഡീഷണൽ വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു USB കേബിൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു സിം ഇഞ്ചക്ടർ. ഇതിനകത്ത് അതിൻ്റെ ബ്രൗഷർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ചാർജറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിനി ടാബിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ടാബ് എ. നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. ഇതിൻ്റെ 8 ഇഞ്ചാണ് സ്ക്രീൻ വരുന്നത്. 1280x800 പിക്സൽ ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ സിം ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു ഓഡിയോയുടെ 3.5 mm ഓഡിയോ ജാക്സ് ഉണ്ട്. സൈഡിലായിട്ടൊരു പവർ ബട്ടൺ, ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. താഴെയായിട്ട് സ്പീക്കർ വന്നിട്ടുണ്ട്. ഡോൾബി സ്പീക്കറാണ്. പിന്നെ നിരക്കായിട്ട് ഇതിൻ്റെ ചാർജർ പോയിന്റ് വന്നിട്ടുണ്ട്. ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ മൈക്കാണ് താഴെയുള്ളത്. ഇത്രയും ഫീച്ചേഴ്സാണ് സൈഡിലും താഴെയായിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് സാംസങ് എന്നൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഓണാക്കി നോക്കാം. സാംസങ് ഗാലക്സി ടാബ് എ സാംസങ്. അതുപോലെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. കൂടാതെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMO LED ആണ്. അത് നമുക്ക് നല്ലൊരു വീഡിയോ ക്വാളിറ്റി തരുന്നതാണ്. സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ്.
ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കതിൻ്റെ കോൺഫിഗറേഷനാണ് ആദ്യം വന്നേക്കണത്, നമുക്കത് ചെയ്യാം. read all agreement. Next, skip. പഴയ ഡാറ്റയൊക്കെ നമുക്ക് ബാക്കപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസാണ് ഫ്രണ്ടിൽ വരുന്നത്. പഴയ നമ്മുടെ ഫോണിൽ ടാബിൽ നിന്നോ ഉള്ള ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. നോട്ട് നൗ, സ്കിപ്പ് എനിവേ. skip finish. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം വരുന്നത്. ടാബിൻ്റെ ഹോം വരുന്നുണ്ട്, ഗാലറി, ഇമെയിൽ, അങ്ങനെ നോർമൽ ആൻഡ്രോയിഡിൽ വരുന്ന ആപ്പെല്ലാം ഉണ്ട്. ഗൂഗിളിൻ്റെ ആപ്പ്, യൂട്യൂബ്, ഫോട്ടോസ്. ഓക്കെ, നമുക്കിതിൽ കിഡ്സ് മോഡ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ഇതിനകത്തൊരു ഫീച്ചറുണ്ട് കിഡ്സ് ഹോം എന്നുള്ളത്. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അത് കിടക്കുന്നത് നോട്ടിഫിക്കേഷനിലാണ് അതിൻ്റെ ഐക്കൺ ഉള്ളത്. നമുക്ക് കിഡ്സ് ഹോം എന്നുള്ള ഐക്കൺ ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ടാബ് ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറും. സ്റ്റാർട്ടിംഗ് ആണ്. ഫസ്റ്റ് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യണം. സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഡാറ്റ നിൽക്കുന്ന ഇത് കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിനകത്ത് ഇൻ്റർനെറ്റ് ആക്സസ് വേണം. സോ വൈഫൈയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്യുക. ഓക്കെ, ഹായ് കിഡ്സ്, വെൽക്കം. നെക്സ്റ്റ്, നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. എൻ്റെ ഒരു സാംസങ് കിഡ്സ് പിൻ. ഇപ്പോൾ ഒരു പാരൻ്റൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഒരു കിഡ്സ് ചെയ്യുന്നത്. സോ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അഗെയിൻ കൺഫേം ചെയ്യാനായിട്ട് സെയിം പാസ്വേഡ് തന്നെ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക. സോ ഇതിപ്പോൾ കിഡ്സ് മോഡിലോട്ട് മാറി. ഇതിനകത്ത് നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കിഡ്സിന് വേണ്ട ഇതാണ് നമ്മുടെ കിഡ്സ് ഹോമിൻ്റെ ഹോം. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് എല്ലാം നോക്കാം. ഈ അഡീഷണൽ ഇതെല്ലാം ഗെയിമാണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്തത് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ കൺട്രോൾ എല്ലാം ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട് ഐക്കണിൽ കാണാൻ പറ്റും. അവിടെ പാരൻ്റൽ കൺട്രോൾ എന്നുള്ള അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നേരത്തെ അടിച്ച പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ആക്സസ് യുവർ കോണ്ടാക്ട്, അലോ ഓർ ഡിനേ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. മീഡിയ ആക്സസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ കിഡ്സ് ഏതൊക്കെ പേര് കൊടുക്കാം. ആദ്യം തന്നെ ടെസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതൊക്കെ എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്സിൻ്റെ ഡേറ്റ്, ഇയർ, എത്ര വയസ്സായി എന്നുള്ള കാര്യങ്ങളനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനൊക്കെ വേണ്ട ആപ്പൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറ്റ് ഡെയിലി പ്ലേ ടൈം, അതായത് നമുക്ക് എത്ര സമയം വേണം പ്ലേ ടൈം, അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണുന്നത്. ഇവിടെ നമുക്കത് സെറ്റ് ചെയ്യാം. ഡെയിലി വേണോ വീക്കെൻഡിൽ വേണോ ആ ഡീറ്റെയിൽസ്, എത്ര ഡാറ്റ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡെയിലി എത്ര യൂസേജ് വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ തൊട്ട് താഴെയായിട്ട്. പിന്നെ ആക്ടിവിറ്റീസ്, ഫ്രീക്വൻ്റ്ലി കോണ്ടാക്ട്സ്, അതായത് നമുക്ക് ഓരോരുത്തർക്ക് ഇപ്പോൾ ആരെയൊക്കെ വിളിക്കണം, അതായത് ഇപ്പോൾ പാരൻസിനെ അങ്ങനെ വീട്ടിലുള്ളവർ മാത്രം അർജൻറ്റ് കേസിന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് മാത്രം ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊന്നും നമുക്ക് റിമൂവ് ചെയ്യാം. സോ നമുക്ക് അവർക്ക് അതിനകത്ത് കയറി വേറെ കോൾ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട.
പിന്നെ നമുക്ക് വേണ്ട അലൗഡ് ആപ്പ് അതാണ് തൊട്ട് താഴെയുള്ളത്. അലൗഡ് ആപ്പ് ഏതാണ്, കോൺടാക്ട് ഏതാണ്, എന്തൊക്കെ മീഡിയ, മ്യൂസിക്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അലോ ചെയ്യാൻ പറ്റും, ഡിനേ ചെയ്യാനും പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഹോം, നമ്മുടെ ഇവിടെ ടെസ്റ്റ്, ഇതാണ് നമ്മുടെ ബേബിയുടെ. സോ ഇതൊരു അഡീഷണൽ ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇതിന് പുറകെയായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാംസങ് ടാബ് എയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ടെക് വീഡിയോസ് GHz ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ ആയ IT സ്ഥാപനത്തിൻ്റെ പേരിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതാണ്. GHz ഇൻഫോടെക് ക്ലൗഡ് സൊല്യൂഷൻസ്, മാനേജ് സർവീസസ്, സൈബർ സെക്യൂരിറ്റി എന്നീ ഫീൽഡ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റിനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 12 years എക്സ്പീരിയൻസ് ഉള്ള ഒരു IT പ്രൊഫഷണലാണ്. സൈബർ സെക്യൂരിറ്റി, മൊബൈൽ ഡിവൈസ് മാനേജ്മെൻറ്റ് അഥവാ MDM എന്ന സെക്യൂരിറ്റി ഫീച്ചറിനെ പറ്റിയിട്ടും ഒരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഞങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന വീഡിയോസ് ആ റിലീസാവുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. So thank you for watching. Until next time. Bye.